ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള 2-3 പേര് പറഞ്ഞുതരാം വേണമെങ്കിൽ. ആഷിഖ് കപൂറിൻ്റെ പടത്തിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, അമൽ നീരദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, അൻവർ റഷീദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഇങ്ങനെ പോകുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഞാൻ അഭിനയിക്കാത്ത. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ആളുകൾ, ഇപ്പോൾ ഗിരീഷിൻ്റെ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ സിനിമ വരുമ്പോൾ വിളിക്കണം അങ്ങനെ എന്തെങ്കിലും? ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെന്തുകൊണ്ട് വിളിക്കുന്നത്? ഇപ്പോൾ ആരോ എന്നോട് ചോദിച്ചൊരിക്കൽ നിങ്ങൾ അവഗണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ അങ്ങനെ അവഗണിക്കേണ്ട കാര്യം അവർക്കില്ല. എന്നെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവർ വിളിക്കാത്തത്. അല്ലാണ്ട് അത് അവഗണന എന്ന് പറയരുത്. അവർക്ക് എനിക്ക് പകരം വയ്ക്കാൻ 100 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 10 പേരെങ്കിലും വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ ഒരുപാട് പേരുണ്ടാവും. ഞാനത്ര കംഫർട്ടാവണമെന്നില്ല. ഭയങ്കര ഘടകങ്ങൾ അതൊക്കെ. ഒരു സംവിധായകന്, ഒരു ക്രൂവിൻ്റെ, ഒരു നിർമ്മാതാവിനൊക്കെ ഇവനെ വെച്ചാൽ നമുക്ക് ഭയങ്കര കംഫർട്ടാട്ടാ എന്ന് തോന്നുന്ന നടന്മാരെയാണ് അവർ വിളിക്കുക. സംവിധായകനായാലും എഴുത്തുകാരനായാലും നിർമ്മാതാവായാലും എല്ലാവരും. അപ്പോൾ ഞാൻ കംഫർട്ടല്ലാത്ത സ്ഥലത്താവും ഞാൻ അഭിനയിക്കാതിരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ പ്രതിഭയാണെന്നോ അല്ലെങ്കിൽ വലിയ നടനാണെന്ന് തോന്നാത്തടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നിൽ വിശ്വാസമുള്ള, എന്നെ ആഗ്രഹിക്കുന്ന, എന്നോട് എൻ്റെ കഴിവിനെ വിശ്വാസമുള്ള ആളുകളൊക്കെ വിളിക്കും, നമ്മൾ പോകും. കൂൾ.